തിരൂർ സാംസ്കാരിക വേദിയെ സംബന്ധിച്ചിടത്തോളം തിരൂരിലും പരിസരത്തുമായി വിശുദ്ധ ഖുർആനിൻ്റെ സദസ്സിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ കൊണ്ടുപോകാൻ ഇത് നമ്മുടെ 5ാമത്തെ സദസ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട് ഇളം തലമുറയിലെ 5 ആഫിദുമാരുടെ സംഗമവും അതോടൊപ്പം വിവിധ സദസ്സും ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഈ റമദാനിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഖുർആനിനെ നെഞ്ചേറ്റാൻ ഒരുപക്ഷെ ഈ സദസ്സിന് സാധ്യമായെങ്കിൽ നമുക്കൊക്കെ അതിന് വലിയൊരു അനുഗ്രഹമായിരിക്കും. എല്ലാ മനഃശാന്തിക്കും ഉണർവിനും ഒക്കെ ഇതിന് കഴിയുമെന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, ഈ വേദിയിലുള്ള സൗഹൃദവേദിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട റഫീഖ്, നൗഫൽ, മറ്റു നല്ലവരായ അതിൻ്റെ സാരഥികൾ, ഈ വിശുദ്ധമായ സദസ്സിലെത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ കാരണവന്മാർ, സഹോദരി സഹോദരന്മാരെ, ആദ്യമേ ഇതിൻ്റെ ഈ സമിതിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. വളരെയേറെ ഭക്തി സാന്ദ്രമാകുന്ന വിശുദ്ധ റമദാനിൻ്റെ ഒരു കാത്തിരിപ്പ്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ഒരു കാത്തിരിപ്പ്, ഈ രണ്ടും ഭക്തിയോടടുക്കുന്ന ഏറ്റവും നല്ലൊരു സമയമാണ്. റമദാനിൻ്റെ ഒരുക്കം തന്നെ എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹുവോടടുക്കുവാനുള്ള നമ്മുടെ ഒരു ചെറിയ ആഗ്രഹത്തിൻ്റെ, വലിയ ആഗ്രഹത്തിൻ്റെ ചെറിയ തുടക്കമായി പരിഗണിക്കപ്പെടുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങൾക്കൊക്കെ ഏറ്റവും സ്വന്തമെന്ന് പറയാവുന്ന ബാപ്പു മുസ്ലിയാരെക്കുറിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു മഹനീയമായ സാന്നിധ്യത്തിൽ വെച്ച് ഇത്തരത്തിലൊരു അനുസ്മരണ പരിപാടി നടത്താൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ, നിങ്ങളെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു നല്ല പ്രവർത്തനത്തെ പെട്ടത്തൊരാളെന്ന നിലയിൽ പ്രത്യേകം ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവരെയും പ്രത്യേകം ഈ സദസ്സിൽ വെച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു സാധാരണ യോഗത്തിൽ പറയുന്നത് പോലെയല്ല, എല്ലാ നന്മകളുടെ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഇന്നലകളിൽ നടന്നിട്ടുള്ള തൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നാം എത്തപ്പെട്ട സ്ഥലങ്ങളിലെ സംവിധാനങ്ങളിലെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഓർക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതൊരു പ്രാർത്ഥനാ നിർഭരമാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എപ്പോഴും അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുന്നതൊന്നാണ്. കാരണം ഇന്നത്തെ കാലത്തോട് ചേർത്തി പറയാൻ കഴിയാത്ത വല്ലാത്ത ഇരുട്ടുകൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ഓരോ ദിവസവും അന്യമാകുന്ന ഒരു കാലം. ലോകം വളരെയേറെ ആസ്വദിക്കപ്പെടുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എല്ലാ നന്മയും കൈവിടിയുമ്പോൾ ലോകം തന്നെ അവൻ അന്യമാകുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നത്. ലോകം മടുത്ത മനുഷ്യരുടെ മുന്നിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഒരു കാര്യത്തിൻ്റെ അവസാനം ഉണ്ടാകുമ്പോൾ ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് കരുതി ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എല്ലാ താളപ്പിഴകളുടെയും കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനിയൊരു തിരിച്ചുപോകിന് സാധ്യമല്ല എന്നാണ് ലോകം തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇനി കാത്തിരിക്കേണ്ടതില്ല, എല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് വിട്ടാൽ ഒന്നും ലഭ്യമാകുന്നില്ല, എല്ലാം ഇവിടെ വെച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യവിശ്വാസികൾ അവർ ഒരുങ്ങേണ്ടവരാണ്. സത്യവിശ്വാസമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ അവിശ്വാസികളെന്ന് പറയുന്നത്, മറ്റൊരു ലോകമില്ല എന്ന് പറയുന്നവർ ഭൗതികമായ വാദത്തിൻ്റെ ഇടങ്ങൾ തേടിപ്പോകുന്ന മനുഷ്യരുടെ മുന്നിൽ ഇനിയൊരു ചോദ്യം അവശേഷിക്കുന്നില്ല. അവരിനിയൊന്നും ബാക്കി വെക്കുന്നില്ല. ഇനി അവർക്കൊരു പുനർജന്മമില്ല, ഇനി അവർക്കൊരു തിരിച്ചുവരവില്ല, ഇനി ഒരു നല്ല നാളെയില്ല, നല്ല ഒരു കുടുംബമില്ല, ഒരു നല്ല സംവിധാനമില്ല. എല്ലാം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന, അതിൻ്റെ വേഗത പോലും വർദ്ധിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാം ഇനി ആവുന്നതെല്ലാം ആവട്ടെ, ഇനി കുടുംബമില്ലാതെ ജീവിക്കാം, ഇനി ബന്ധങ്ങൾ ആവശ്യമില്ല, ഇനി സ്വാർത്ഥത മാത്രമാണ്. സ്വാർത്ഥംഭരികളായ മനുഷ്യരുടെ
അവരുടെ പ്രവർത്തനത്തിൻ്റെ നടുവിലാണ് ഇന്ന് ലോകമുള്ളത്. അപ്പോൾ കഴിയൊഴിഞ്ഞ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഭൗതികവാദികളെല്ലാം കഴിയൊഴിഞ്ഞ ലോകമാണ്. അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അവർക്ക് ഇനി ഇതെങ്ങനെയാണ് തട്ടിക്കൂട്ടിയെടുക്കേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ വിശ്വാസികളുടെ അവരുടെ കർമ്മമാണ് ഒരു തിരിച്ചുവരവിന് സാധ്യമാകേണ്ടത്. ലോകം ഒരു തിരിച്ചുവരവിലേക്കുണ്ട്. ധർമ്മങ്ങളെ തേടുന്ന, ധർമ്മത്തെ ബോധ്യപ്പെടുത്തുന്ന, നീതിയുള്ള, സന്മാർഗമുള്ള, അനുസരണയുള്ള, നല്ല രാജ്യങ്ങളുള്ള, നല്ല കുടുംബങ്ങളുള്ള, നല്ല വ്യക്തികളുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളും മാത്രമാണെന്ന് വിശ്വാസികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ കർമ്മങ്ങളെയാണ് ലോകത്തെ സാന്ത്വനപ്പെടുത്തേണ്ടത്. നമ്മുടെ കർമ്മങ്ങളെയാണ് ലോകത്തെ തിരിച്ചുവരവിന് ആളുകൾക്കുണ്ടാവേണ്ടത്. നമ്മുടെ കർമ്മങ്ങളെയാണ്. പക്ഷേ നമ്മുടെ കർമ്മങ്ങളാവട്ടെ, നമ്മുടെ വാക്കുകളാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളാവട്ടെ നമുക്ക് തന്നെ പ്രതികൂലമായി നിൽക്കുന്ന, നമ്മൾ പറഞ്ഞതുപോലും നമുക്ക് വിപരീതമാകുന്ന, നമ്മുടെ വാക്കുകൾ പോലും തത്സമയം നമ്മുടെ ജീവിതത്തെ ആ തരത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടിൽ ഇന്ന് നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് PK ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന വളരെ ലളിതനായ ഒരു മനുഷ്യൻ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലെ ഓരോ ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളുണ്ടാവില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് എത്രയോ മാതൃകയാക്കാവുന്ന സംഗതികളാണ് അദ്ദേഹം ചെയ്തത്. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, അദ്ദേഹം ചില സംഘാടനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വൈഭവം. വലിയവർ സംഘടിക്കുന്ന കൂട്ടത്തിലും അദ്ദേഹം ഇരിക്കും. ഞങ്ങളൊക്കെ ചെറുതാണ്. ആ സമയത്ത് ഞങ്ങൾ തട്ടിക്കൂട്ടുന്ന സംഘടനയുടെ തലപ്പത്ത് അദ്ദേഹം ഉണ്ടാവും. ഞാൻ ഇന്ന് ആലോചിക്കാറുണ്ട്, ഇന്നൊക്കെ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോൾ വലിയവർക്കൊന്നും താഴോട്ട് ഇറങ്ങി വരാൻ കഴിയില്ല. അവരുടെ സമയക്കുറവുണ്ടാവും, സംഘാടനത്തിൻ്റെ വലുപ്പം ചെറുപ്പുണ്ടാവും, സംഘടനയുടെ വലുപ്പം ചെറുപ്പമുണ്ടാവും, സംവിധാനത്തിൻ്റെ വലുപ്പം ചെറുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ വലിയ ഒരാൾ, വളരെ ഉയരത്തിൽ സംഘടനാ വൈഭവം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരാളെ താഴേക്ക് വിളിക്കാൻ തന്നെ നമുക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് അയാൾക്കും നമ്മൾ കൂടി ചേരില്ല എന്ന് കരുതും. എന്നാൽ ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ ആ നാട്ടിലെ ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഇടത്തിൽ തന്നെ ഞങ്ങളെപ്പോലെയുള്ള അന്നത്തെ കുട്ടികൾ നടത്തുന്ന ചെറിയ സംവിധാനത്തോടും വലിയ താല്പര്യം കാണിച്ചു എന്നാണ്. ഞാനിത് ഇത്രയും ഒരു അനുഭവത്തിൻ്റെ വിളിച്ച് പറയുന്നത്, ഞാനത് രണ്ടും ഏറെക്കുറെ കാണുന്ന ഒരാൾ കൂടിയാണ്. വലിയവൻ ഇതിലുണ്ടാകുമ്പോഴും ചെറിയവൻ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്നതാണ്. പലയിടത്തും പലവരും പോകുമ്പോൾ സംഘടന എല്ലാവരെയും വിളിക്കും. സ്വാഭാവികമായും ചിലരുടെ സാന്നിധ്യം മതിയാകും, ചിലരുടെ പ്രവർത്തനം മതി, ഒരു സംവിധാനത്തിന് അതൊക്കെ വേണ്ടി വരും. അപ്പോഴൊക്കെ അവരങ്ങനെ അറിയാതെ ഇരിക്കും വന്നിട്ട്. പക്ഷേ ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ ആ കുട്ടികളുടെ ചിന്തകൾ കൂടെ നിന്നുകൊണ്ട് അവർക്ക് കൂടി ഈ സംവിധാനം എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകേണ്ടത് എന്ന രീതിയിൽ ഇടപെടുന്നു എന്നതാണ്. എന്നാൽ നമ്മളൊരു കാര്യത്തിൻ്റെ ഒരാൾ വിളിക്കുമ്പോൾ അവരുടെ സാന്നിധ്യമാണ് നമ്മൾ ആഗ്രഹിക്കുക. കാരണം വെച്ചാൽ അവർക്ക് നമ്മളെപ്പോലെ ഇതിൽ ഇടപെടാൻ ചെല്ലും, പക്ഷേ കഴിയുന്നു വരില്ല, നമ്മുടെ സംഘടന ചെറുതാവും. പക്ഷേ ബാപ്പു മുസ്ലിയാർ ചെയ്തതല്ല, വലിയ സംഘടനയ്ക്ക് നൽകുന്ന അതേ ഊടും ഭാവവും യഥാർത്ഥത്തിൽ ചെറിയ സംവിധാനത്തിന് അദ്ദേഹം നൽകാൻ തയ്യാറായി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന് എനിക്ക് വളരെ അത്ഭുതം തോന്നിയ കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം ഒരാളുമായി പരിചയപ്പെട്ടാൽ, ഒരു കുടുംബവുമായി പരിചയപ്പെട്ടാൽ, ഒരു ദേശവുമായി പരിചയപ്പെട്ടാൽ, ഒരു സംവിധാനവുമായി പരിചയപ്പെട്ടാൽ പിന്നെ അദ്ദേഹമായിട്ട് അതിൽ നിന്ന് പിണങ്ങുന്ന യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഭയങ്കരമാണ് ജീവിതത്തിൽ. ഇന്ന് നമ്മൾ ഈ കുടുംബയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ബാപ്പു മുസ്ലിയാർ എത്രയോ കുടുംബയോഗങ്ങൾ നമ്മളറിയാതെ ചേർന്ന മനുഷ്യനാണ്. ഞങ്ങളുടെ ഈ മഹല്ലത്തിലെ എല്ലാവരുടെയും കല്യാണ കാര്യത്തിൽ അതിൻ്റെ ഒരു തലപ്പത്ത് ബാപ്പുവിനുണ്ടോ, എല്ലാ കാര്യത്തിലും. അങ്ങനെ അവിടുന്ന് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. ആ കല്യാണം കുഴിച്ച നാട്ടുകാർക്കും ആ കാര്യത്തിന് ബാപ്പു മുസ്ലിയാരായിരിക്കും. അവിടെ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു കൊടുന്നു, അവർ കുട്ടികളൊക്കെ ആയി. ആ വീട്ടിൽ അവിടെ വേറൊരു കല്യാണം നടക്കുമ്പോഴും ബാപ്പു മുസ്ലിയാരുടെ സാന്നിധ്യം ഇതേ ഗൗരവത്തിലാണ്. അതൊരു വളരെ വല്ലാത്തൊരു കാലം, ഭയങ്കരമാണ്. എത്ര ആലോചിച്ച് നമുക്ക് നമ്മൾ ഇന്നൊക്കെ പിശുക്കുകയാണ്, നമുക്ക് സമയമില്ല, സ്വന്തത്തോട് പോലും സംസാരിക്കാൻ കഴിയില്ല. സ്വന്തക്കാർക്ക് വേണ്ടിയും ഇടപെടാൻ കഴിയാത്ത ഒരു കാലത്ത് ബന്ധങ്ങളിൽ നിന്ന് ബന്ധങ്ങളുണ്ടാക്കി ആ ബന്ധങ്ങൾ കൊണ്ട് സകലരെയും സ്നേഹിക്കാൻ കഴിയുന്ന വല്ലാത്തൊരു ക്രമം സ്വീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോൾ വെട്ടത്തുനിന്ന് ഒരു കല്യാണം ഒരാൾ കഴിച്ചു കൊടുന്ന് വിചാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അത് ബാപ്പു മുസ്ലിയാരുടെ ഒരു ബാധ്യതയാണ്, നാട്ടുകാരണവരാണ്. പക്ഷേ ആ കല്യാണം കുഴിച്ച് തൊടുന്ന നാട്ടിൽ ആ വീട്ടുകാർക്ക് വേറൊരു കല്യാണം ഉണ്ടാകുമ്പോൾ ആ കല്യാണത്തിൻ്റെ കൂടെ മറ്റേ നാട്ടിലേക്ക് പോകുന്ന അവരുമായി ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊക്കെ
ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. പലപ്പോഴും ഞങ്ങൾ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ബാപ്പുസിലേർ പറയും ഞാനവിടെ എത്തിക്കോളാം എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ബാപ്പുസിലേക്ക് വല്ലാത്തൊരു ആനുകൂല്യമുണ്ട്. കാരണം ഈ ബാപ്പുസിലേർ നേരത്തെ പോവും. എന്നോട് ബാപ്പുസിലേരുടെ ഒരു ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാപ്പുസ് മൂല്യർ നേരത്തെ വരും, നേരത്തെ പുറപ്പെടും, എത്താൻ വൈകുമെന്നാണ്. അപ്പോൾ എത്താൻ വൈകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മൂപ്പര് നടന്നു പോകുന്ന വഴിയിലെ ഓരോരുത്തരും മൂപ്പരെ കാത്തിരിക്കും, ഓരോരുത്തരുമായി സംസാരിക്കും, ഓരോരുത്തരുമായി. ഞങ്ങൾ അന്നൊക്കെ ഈ ബൈക്കിലൊക്കെ കൊണ്ടുവരുമ്പോൾ ബാപ്പുസിലേർ കണ്ടാൽ നിർത്താതെ പോകലാണ്, എന്നൊക്കെ കയറ്റണ പഠിക്കല്ല. ബാപ്പുസിലേർ കണ്ടാൽ ബാപ്പുസിലേക്ക് ഒരായിരങ്ങളെ കാണാനുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ നിർത്തേണ്ടി വരും, അവിടെയൊക്കെ നിർത്തിയിട്ട് കാര്യങ്ങൾ തേടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളുകൊണ്ട് ഒരു മനുഷ്യ സമൂഹത്തെ അകം കൊണ്ട് സ്നേഹിച്ചിട്ടുള്ള വലിയ മനുഷ്യൻ. ഞാൻ പറഞ്ഞു, വെട്ടത്തുകാരുടെ കല്യാണം മാത്രമല്ല, വെട്ടത്തുകാർ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടുകാരുടെ കല്യാണങ്ങളും വെട്ടത്തുകാരെ പോലെ ഇടപെടുന്ന ഒരു വലിയ മനസ്സിന്. അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ കല്യാണം കഴിച്ചതൊക്കെ ആ ഒരു തരത്തിലുള്ള ബന്ധങ്ങളാണ്. അദ്ദേഹം പിന്നെ ഒരു ഗവൺമെൻറ് ടീച്ചറാണ്. ഗവൺമെൻറ് അധ്യാപകനാകുമ്പോൾ അദ്ദേഹം ജോലിയെടുക്കുന്ന പ്രദേശത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ചേരാവുന്ന ആളുകളെ ചേർത്ത് അവിടെയുള്ള ബന്ധങ്ങൾ നടത്തുന്ന 3 കല്യാണം അങ്ങനെ നടന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. 3 ആളുടെ കല്യാണം നടന്നത് ആ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ സമൂഹവുമായി കുടുംബവുമായി ബന്ധങ്ങൾ ചേർക്കുന്ന കാര്യത്തിൽ ഭയങ്കര അമാനുഷികമായി എന്ന് പറയാവുന്ന, ഇന്നത്തെ കാലം കൂട്ടി വായിക്കുമ്പോൾ ഒരു അമാനുഷികതയുമായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഭയങ്കരമാണ്. ഇന്ന് നമുക്കറിയാമല്ലോ, എല്ലാവരും സ്വന്തമില്ലെന്ന് പറയാൻ മത്സരിക്കാൻ. എനിക്ക് വാപ്പയില്ല, എനിക്ക് കുടുംബങ്ങളില്ല, ഞാൻ ഒറ്റയാനാണ്, ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യനാണ്, എനിക്കെല്ലാം ഉണ്ട്, എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്കാരുമില്ല എന്ന് പറയാൻ മത്സരിക്കാൻ. എനിക്ക് ബന്ധങ്ങളില്ലെന്ന് പറയാൻ, എനിക്കങ്ങനെ ആരുമായും കടപ്പാടില്ല, ഞാൻ ഒറ്റയാനാണ് എന്നു പറയാൻ കർമ്മം കൊണ്ടെങ്കിലും അത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാലമാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ ചേർത്ത് പിടിക്കാനുള്ള മാനുഷികമായ മൗലികത നഷ്ടപ്പെടുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും അന്യരായ മനുഷ്യരെ അവരെ എങ്ങനെയാണ് തൻ്റേതാക്കി മാറ്റേണ്ടതെന്ന വളരെ പറഞ്ഞാൽ ഒരു മാസ്മരികമായ ഒരു വല്ലാത്തൊരവസ്ഥ നേടിയിട്ടുള്ള ഒരാളാണ് ബാപ്പു മുസലിർ എന്ന് പറയാൻ സാധിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح.
الله أكبر الله أكبر لا إله إلا الله. വിശുദ്ധ ഖുർആനിന്റെ വചനമാധുരി മനുഷ്യ മനസ്സുകളെ കാരുണ്യ നിരതമാക്കുന്നു, കരളിൽ കുളിര് പകരുന്നു, ജീവിതത്തെ അഗാധമായി സ്വാധീനിക്കുന്നു, നന്മകളിലേക്ക് വഴി നടത്തുന്നു, മനുഷ്യരാശിക്ക് എക്കാലവും വഴികാട്ടിയായി നിലകൊള്ളുന്നു. ഈ മഹനീയ സദസ്സിലേക്ക്, വിശുദ്ധ ഖുർആൻ സദസ്സിലേക്ക് വന്നണഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ സെഷൻ ഏതാനും നിമിഷങ്ങൾക്കകം സമാരംഭം കുറിക്കുകയാണ്. സമാദരണീയനായ പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ സദസ്സിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തിരൂർ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 5ാമത് വിശുദ്ധ ഖുർആൻ സദസ്സിന്റെ ഔപചാരിക ഉദ്ഘാടനം നടക്കുകയാണ്. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുവാൻ സംഘാടക സമിതി വർക്കിംഗ് കൺവീനർ EK മുഅത്തസിം ബില്ലയെ ക്ഷണിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഈ വിശുദ്ധ ഖുർആൻ സദസ്സിൻ്റെ ഉദ്ഘാടകൻ അഭിവന്ദനായ പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ MA റഫീഖ് അവർകളെ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, ഹാഫിദുമാർ, ഖാരിയുമാർ, ഈ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, വിശുദ്ധ റമദാനിൻ്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഷഅബാൻ മാസം അവസാനിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഷഅബാനിൽ ബാക്കിയുള്ളത്. റമദാൻ നമ്മൾ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വീടകങ്ങളും കഴുകി വൃത്തിയാക്കി നമ്മുടെ ഉമപെങ്ങന്മാർ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവാക്കൾ മസ്ജിദുകൾ വൃത്തിയാക്കി നമ്മളെല്ലാവരും റമദാനിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. വിശുദ്ധ റമദാൻ ഏതാനും ദിവസങ്ങൾക്കകം, 3-4 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ റമദാനിലേക്ക് കടക്കുകയാണ്. റമദാനിൻ്റെ സുഗന്ധം അനുഭവിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സദസ്സാണ് ഈ വിശുദ്ധ ഖുർആൻ സദസ്സ് എന്ന് പറയുന്നത്. 5ാമത്തെ പ്രാവശ്യമാണ് തിരൂർ സാംസ്കാരിക വേദി ഇങ്ങനെയൊരു സദസ്സ് സംഘടിപ്പിക്കുന്നത്. 5 വർഷം തുടർച്ചയായി ഇങ്ങനെയൊരു സദസ്സ് സംഘടിപ്പിക്കുക എന്നത് ഒരു വലിയ ദൗത്യമാണ്. അതേറ്റെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടുകാരായ, നമ്മുടെ സഹോദരങ്ങളായ നിങ്ങളെല്ലാവരും നൽകുന്ന വലിയ പിന്തുണയും സഹകരണവും കൊണ്ടാണ്. അതിനാദ്യമേ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തെ മാനിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിലുള്ള അങ്ങേയറ്റത്തെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. പടച്ച റബ്ബ് ഈ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആശയ ഗാംഭീര്യവും വചന മാരുതിയും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സദസ്സാണ്. വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ്റെ മനോഹാരിത, അതിൻ്റെ ഓരോ വചനങ്ങളുടെ മനോഹാരിത വളരെ മനോഹരമായി ഇവിടെ ഖിറാഅത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ഫർഹാൻ ഹാഫിദിൻ്റെ ഖിറാഅത്തോടു കൂടിയാണ് വൈകുന്നേരം നമ്മൾ ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ സൂറത്ത് തോഹ അതിമനോഹരമായി ഇവിടെ പാരായണം ചെയ്യപ്പെട്ടു. ഉമർ ഇബ്നു അബ്ദുൽ ഖത്താബ് എന്ന മക്കയിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സഹോദരി ഇസ്ലാമിലേക്ക് പോയി എന്നറിഞ്ഞ് വളരെ ക്ഷുഭിതനായിക്കൊണ്ട് സഹോദരിയെ കാണാൻ ചെന്നപ്പോൾ ആ സംഭവം നമുക്കൊക്കെ അറിയാം. അന്ന് അദ്ദേഹം ഓതാൻ ലഭിച്ച സൂറത്ത് തോഹയാണ്. ആ തോഹ സൂറത്ത് ഇവിടെ മനോഹരമായി പാരായണം ചെയ്യപ്പെട്ടു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ആഫിദുകൾ നമ്മുടെ വേദിയിലുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ കേൾക്കുകയും നമ്മൾ നെഞ്ചകങ്ങളിൽ അതിൻ്റെ മാധുര്യം നിറക്കുകയും ചെയ്തുകൊണ്ട് ആ ഖുർആനിലൂടെ നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് കടക്കുവാനുള്ള മുന്നൊരുക്കമാണ് തിരൂർ സാംസ്കാരിക വേദി സദസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സംഘാടകരാരും പണ്ഡിതന്മാരല്ല. ഇതിൻ്റെ സംഘാടകരൊക്കെ സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ ഒരു സംഘമാണ്. നമ്മൾ ചെയ്യുന്നത് ഇതിന് കഴിവുറ്റ, ഇതിന് പ്രാപ്തരായ പണ്ഡിതന്മാരെ, അതിന് കഴിയുന്ന ഹാഫിദുമാരെ, അതിന് കഴിയുന്ന ഖാരിയുമാരെ സംഘടിപ്പിച്ച് ഈ സദസ്സിന് മുമ്പാകെ കൊണ്ടുവരികയും നമ്മൾ ഒരുമിച്ച് അവരെ കേട്ട്
അവരുടെ വാക്കുകൾ കേട്ട്, അവരുടെ ഖിറാഅത്ത് കേട്ട് നമ്മൾ ഒരുമിച്ച് റമദാനിലേക്ക് ഖാലിസായ ഹൃദയത്തോടെ നടന്നു നീങ്ങാൻ കഴിയാനുള്ള ഒരു ശ്രമമാണ് തിരൂർ സാംസ്കാരിക വേദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷക്കാലമായി ഞാൻ പറഞ്ഞ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ സദസ്സിലേക്ക് വന്നടഞ്ഞ ഓരോരുത്തരുടെയും സാന്നിധ്യത്തെ ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുകയാണ്. വിശുദ്ധ റമദാൻ അടുത്തെത്തി നിൽക്കുന്ന ഈ സമയത്ത് മനുഷ്യരുടെ എല്ലാ പാപങ്ങളെയും പുറത്തു കളയാൻ, നമ്മുടെയൊക്കെ ആന്തരികമായ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ജീവിതത്തിൽ ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ വർഷത്തെ സദസ്സിൽ ഖുർആൻ പി ചിന്തന പ്രഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട സുലൈമാൻ മേൽപ്പത്തൂർ അദ്ദേഹം എന്ന് പറയുകയുണ്ടായി, ഈ കൊല്ലത്തെ റമദാനിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അടുത്ത വർഷം റമദാനിന് മുമ്പ് നമ്മൾക്ക് ഒരുമിച്ച് കൂടാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഇതിലൊരു പക്ഷേ കുറച്ച് പേര് കുറഞ്ഞു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചിലരെങ്കിലും ഇതിലുണ്ടാവുകയില്ല എന്ന് നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പു ഹാജി, നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശത്തുള്ള ബാപ്പു ഹാജി, ഇതിൻ്റെ സംഘാടനത്തിൽ സജീവമായിരുന്ന ബാപ്പു ഹാജി ഇന്ന് ഈ സദസ്സ് കൂടുമ്പോൾ നമ്മോട് കൂടെ ഇല്ല. പടച്ച റബ്ബ് അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെയും ആയുസ് എപ്പോഴാണ് എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. ഏത് നിമിഷവും അണഞ്ഞു പോകാവുന്ന ഒരു ദീപം പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബ് വരച്ചു വെച്ച ഒരു കലാ ഉണ്ട്, ആ കലായിലേക്ക് നടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, നമുക്ക് സ്വയം ഒന്ന് നന്നാക്കിയെടുക്കാൻ. നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളൊക്കെ വളരെ വളരെ സാധാരണക്കാരായ സാധാരണ ജീവിതം ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമുക്കറിയാം. നമ്മുടെ ജീവിതം തെറ്റുകളാൽ ചുറ്റപ്പെട്ട സാഹചര്യത്തിലാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്, പിഴവുകൾ സംഭവിക്കുന്നവരാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ, നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് ഒറ്റയ്ക്കിരുന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കുവാൻ, പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഒന്ന് കണ്ണീരൊളിപ്പിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പടച്ചവരോടൊന്ന് ആവലാതി പറയാൻ നമുക്ക് പടച്ചവൻ ഒരുക്കി തന്ന മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. വിശുദ്ധ റമദാൻ അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യവും പടച്ചവൻ ചെയ്തിട്ടുണ്ട്. പടച്ചവൻ പിശാചുകളെ കെട്ടിയിടുന്ന മാസമാണ്. സ്വർഗത്തിൻ്റെ മുഴുവൻ കവാടങ്ങൾ തുറന്നു വെക്കുന്ന മാസമാണ്. നരകത്തിൻ്റെ എല്ലാ കവാടങ്ങളും കൊട്ടിയടക്കുന്ന മാസമാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളികൾ, ഒരു സ്വഫുണ്ടാകുന്ന പള്ളിയിൽ റമദാൻ ആയിക്കഴിഞ്ഞാൽ പള്ളി നിറയുന്നു. പള്ളിയുടെ മുകളിലേക്ക് ആളുകൾ വരുന്നു. ഈ വരുന്നത് മലക്കല്ലല്ലോ, മനുഷ്യരാണ് വരുന്നത്. ഇവിടെയായിരുന്നു മനുഷ്യരൊക്കെ മറ്റു മാസങ്ങളിൽ. റമദാൻ ആകുമ്പോൾ ആളുകൾ ഓടിയെത്തുകയാണ്. ജുമാ നിസ്കാരങ്ങൾക്ക് ടൗണിലെ പള്ളികളിൽ, റോഡുകളിൽ സ്വഫാണ്. തറാവീഹ് നിസ്കാരത്തിന് എല്ലാ പള്ളികളും ഫുള്ളായി നിറയുകയാണ്. മനുഷ്യർ, ചെറുപ്പക്കാർ, കുട്ടികൾ, പ്രായമായവർ എല്ലാവരും മസ്ജിദുകളിലേക്ക് ഓടി അണയുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ആളുകൾ ആരാണ് അവരെ പിടിച്ചുകൊണ്ട് വന്നത്? ആരെങ്കിലും വടിയെടുത്ത് കൊടുക്കുന്നതാണോ? ആരെങ്കിലും നിർബന്ധിച്ചു കൊണ്ടതാണോ? അല്ല, മനുഷ്യന്റെ മനസ്സിൽ തോന്നുകയാണ്, റമദാനാണ്, ഞാൻ പള്ളിയിലേക്ക് പോകണം, ഞാൻ ഖുർആൻ ഓതണം. അത് കാരണം പടച്ച റബ്ബ് അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്, നമുക്കൊരവസരം തരികയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യന് അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് പടച്ച റബ്ബ് നീട്ടിത്തരികയാണ്. ആ നീട്ടിത്തരുന്ന മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ റമദാനിലേക്ക് കടക്കാം. റമദാനിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകളിൽ പടച്ച റബ്ബ് ഖുർആൻ എടുത്തു പറഞ്ഞ ശ്രേഷ്ഠതയാണ് ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നുള്ളത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നതാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ആ ഖുർആനിലൂടെ റമദാനിലേക്ക് കടക്കാൻ കഴിയുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഒരുമിച്ച് കൂടി സംഘടിപ്പിച്ചത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നമ്മളാരും പണ്ഡിതന്മാരല്ല, നമ്മളാരും വലിയ ആളുകളല്ല. പക്ഷേ ഒരു കൂട്ടം ചെറുപ്പക്കാർ ധാർമ്മികമായി നമ്മുടെ തലമുറയെ നയിക്കാൻ, നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാടിനെ നയിക്കാൻ ഇങ്ങനെ ഒരു സംഗമം, ഇങ്ങനെ ഒരു സദസ്സ് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ഒരുപാട് വലിയ കാര്യങ്ങൾ നമ്മുടെ ഈ സദസ്സിൽ പങ്കെടുത്തു പോയിട്ടുണ്ട്. കേരളത്തിന് പുറത്തുമുള്ള ഒരുപാട് ഹാഫിദുകൾ വിവിധ ശൈലികളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ അതിമനോഹരമാണ്. ഖുർആനിൻ്റെ ഇമ്പം അതിമനോഹരമാണ്. നമ്മൾ ഖുർആൻ കേട്ട് ശീലിച്ചാൽ പിന്നെ നമുക്കൊന്നും മനോഹരമായി തോന്നില്ല. ഖുർആനിൻ്റെ വാക്കുകൾ, ദാവൂദ് നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ദാവൂദ് നബിയുടെ ശബ്ദമാണ്. ദാവൂദ് നബിയുടെ ശബ്ദം കേൾക്കുവാൻ അലൈഹിസ്സലാം പക്ഷികളും മൃഗങ്ങളും ഓടിക്കൂടുമായിരുന്നു. മനോഹരമായ ശബ്ദമായിരുന്നു. നമുക്കറിയാം, മനോഹരമായി സംസാരിക്കുന്ന ആളുകളെ കേട്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. നല്ല ശബ്ദമുണ്ടാവുക, മനോഹരമായി സംസാരിക്കുക, അത് ഗായകർ പാട്ട് പാടുമ്പോൾ നമ്മൾ കേട്ടിരിക്കും. എന്നാൽ അതിമനോഹരമായൊരു ബാങ്ക് വിളി കേൾക്കുമ്പോൾ, മനോഹരമായ ബാങ്ക് വിളി ഹറമുകളിൽ പോകുമ്പോൾ, നമ്മൾ അവിടുത്തെ ബാങ്ക് കേൾക്കുമ്പോൾ, മസ്ജിദുകളിൽ തറാവീഹ് നിസ്കാരങ്ങളിൽ ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കും. മനുഷ്യൻ്റെ കണ്ണുകൾ നിറയും. അർത്ഥം പോലും അറിഞ്ഞിട്ടില്ലെങ്കിലും, ഒരു വാക്കിൻ്റെ അർത്ഥം പോലും മനസ്സിലായിട്ടില്ലെങ്കിലും ആളുകളെ കണ്ണ് നിറയും. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക ശക്തിയാണ്. അത് പടച്ച റബ്ബിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വാക്യമാണ്, അള്ളാഹുവിൻ്റെ വാക്കുകളാണ്.
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾ മുഴുവൻ കേൾക്കാൻ വേണ്ടി പടച്ചിറപ്പിറക്കിയ വാക്കുകളാണ്. ആ വാക്കുകൾ മുഴങ്ങുന്ന സദസ്സാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിനെ നിങ്ങൾ അതിൻ്റെ ഗൗരവത്തിലെടുക്കണം. നമ്മളൊരു സാധാരണ സമ്മേളനത്തിന് വന്ന പോലെ, സാധാരണ ഒരു പ്രസംഗം കേൾക്കാൻ വന്ന പോലെ ഈ സദസ്സിനെ നിങ്ങൾ കരുതരുത്. ഞാൻ ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളുടെ സാന്നിധ്യത്തെ വിലമതിച്ചുകൊണ്ട്, നിങ്ങളുടെ വന്നതിന് അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ ഈ മുൻപോടിയായ ഈ സദസ്സ് നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മിക്കവരും വുളൂവോടുകൂടി ഇരിക്കുന്ന സദസ്സാണ്. ഇവിടെ ഖുർആനോതും ആ ഖുർആൻ വചനങ്ങളെ പിറകിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കൂടെ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ ഹാഫിദന്മാരുടെ കാര്യങ്ങളെ കൂടെ ചുണ്ടുകളിൽ ഖുർആൻ വന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനാ നിർഭരമായിക്കൊണ്ട് ഈ സദസ്സിലിരിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ, കഴിഞ്ഞ വർഷം നമ്മൾ പിരിഞ്ഞു പോയ പോലെ, നമ്മളെ മനസ്സ് നിറയെ വിശുദ്ധ റമദാനിലേക്കുള്ള ആ ഒരു യാത്രയ്ക്ക് വേണ്ടി, വിശുദ്ധ റമദാനിനെ തേടിക്കൊണ്ട്, വിശുദ്ധ റമദാനിലെത്താൻ മോഹിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ ഒരല്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം എനിക്കുണ്ടാവില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കഴിയും. പടച്ചിറപ്പ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് അഭിവന്ദനായ പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. റാജി അലി തങ്ങൾ നമ്മുടെ മൂന്നാമത്തെ സദസ്സിൽ, അന്ന് ബഹുമാനനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങളായിരുന്നു നമ്മുടെ സദസ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഏറ്റത്. തങ്ങളെ പെട്ടെന്ന് വിദേശത്ത് പോകേണ്ടി വന്നപ്പോൾ പകരണക്കാരനായാണ് നമ്മുടെ സദസ്സിലേക്ക് റാജി അലി ശിഹാബ് തങ്ങൾ വന്നത്. അൽഹംദുലില്ലാ, അന്ന് നമ്മുടെ സദസ്സിൻ്റെ എല്ലാ അഴകും അന്ന് റാജി അലി തങ്ങളായിരുന്നു. മനോഹരമായി തങ്ങൾ സംസാരിച്ചു, അതിമനോഹരമായി തങ്ങൾ ഖുർആൻ പാരായണം ചെയ്തു. അതിനുശേഷം എപ്പോഴും ഇതിൻ്റെ സംഘാടകർ എവിടെ വെച്ച് കണ്ടാലും തങ്ങൾ അന്വേഷിക്കുന്നത് ഈ സദസ്സിനെ കുറിച്ചാണ്. കേരളത്തിൽ നമ്മൾ സ്വയം അഭിമാനം പറയുകയല്ല, പക്ഷേ കേരളത്തിൽ ഇത്തരം സദസ്സ് അപൂർവമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി മാത്രം, അത് കേൾക്കാൻ വേണ്ടി മാത്രം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകൾ വളരെ അപൂർവമാണ്. ഖുർആൻ സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ഖുർആൻ കേൾക്കുക, അത് ആസ്വദിക്കുക, ഇതിൻ്റെ ഖുർആൻ കേൾക്കാനുള്ളൊരു ഇമ്പം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ, നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ, നമ്മൾ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരുടെ ചെവിട്ടിലും ഇയർഫോൺ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ചെറുപ്പക്കാർ. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇയർഫോണിൽ വെച്ച് വെക്കുന്ന കുട്ടികളോട് ചോദിച്ചൊക്കെ എന്താ കേൾക്കുന്നതെന്ന്. ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവർ കേൾക്കുന്നത് ഖുർആനായിരിക്കും. ഖുർആൻ കേൾക്കുന്ന യുവതലമുറ വർദ്ധിച്ചു വരികയാണ്. അവരുടെ കൂടെ നമ്മൾ നിന്നുകൊണ്ട്, എത്രയോ ചെറുപ്പക്കാരാണ് ഹാഫിദുകളായി പുറത്തിറങ്ങുന്നത്. നമുക്കിവിടെ വരാൻ പോകുന്ന ഹാഫിദുകൾ എല്ലാ ചെറുപ്പക്കാരാണ്. നമ്മുടെ തലമുറയെ നമ്മളെ കുറ്റം പറയുന്നതോടൊപ്പം അവരുടെ മാറ്റത്തെ കൂടി നമ്മൾ ഉൾക്കൊള്ളണം, അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് ആ ഖുർആനിൻ്റെ ഇമ്പം നമുക്ക് പകർന്നേകിക്കൊണ്ട് ഈ സദസ്സിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, ഈ സദസ്സിനോട് അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്ന ബഹുമാനപ്പെട്ട റാജി അലി ശിഹാബ് തങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച സമയത്ത് തന്നെ അങ്ങേയറ്റ സന്തോഷത്തോടെ ഈ ക്ഷണം സ്വീകരിക്കുകയും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി, വളരെ ആദരവോടുകൂടി പ്രിയപ്പെട്ട റാജി അലി ശിഹാബ് തങ്ങളെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് പ്രിയപ്പെട്ട എം എ റഫീഖ് സാഹിബ് അവറുകളാണ്. സാംസ്കാരിക വേദിയുടെ ചെയർമാനും ഈ സദസ്സിൻ്റെ സംഘാടക സമിതി ചെയർമാനുമാണ് പ്രിയപ്പെട്ട റഫീഖ് സാഹിബ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പിന്നീട് വേദിയിൽ എത്തിച്ചേരാമെന്നായിട്ട് ഒരുപാട് വിശിഷ്ട അതിഥികളുണ്ട്. ബഹുമാനപ്പെട്ട കുറുക്കോളി മൊയ്തീൻ MLA, അതുപോലെ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, APSLM ഹോളി ഖുർആൻ അവാർഡ് ചെയർമാൻ AP അബ്ദുൽ സമദ് സാഹിബ്, KN മുത്തുക്കോയ തങ്ങളൊക്കെ ഈ സദസ്സിലേക്ക് എത്തിച്ചേരാമെന്ന് ഏറ്റവരാണ്. ഓരോരുത്തരായി വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ സദസ്സിൽ, ഈ വേദിയിൽ ഇപ്പോൾ അതിഥികളായി എത്തിയിട്ടുള്ള മറ്റ് പ്രമുഖർ ബഹുമാനപ്പെട്ട PA റഷീദ് സാഹിബ് നമ്മുടെ പരിപാടിയുടെ അങ്ങേയറ്റത്തെ അഭ്യുത കംഷിയാണ്. എപ്പോഴും ഈ പരിപാടി നടത്തുന്ന നമുക്ക് പ്രചോദനം നൽകുന്ന വ്യക്തിത്വമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട PP അബ്ദുറഹിമാൻ സാഹിബ് നമ്മുടെ ഈ പരിപാടിയോട് വളരെയേറെ താല്പര്യം കാണിക്കുന്ന, ഇതിൻ്റെ ആദ്യാവസ്ഥാനം നമ്മോട് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ സാഹിബ് ഈ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട റഷീദ് അലി മുസ്ലിയാർ, അദ്ദേഹം വള്ളിക്കാനീരം ഹിദായത്തുൽ മുസ്ലിം മദ്രസയുടെ സദർ മുഅല്ലിമാണ്. ഈ പരിപാടിക്ക് അസറോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഇത് കഴിയുന്നത് വരെ നമ്മുടെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന, കഴിഞ്ഞ വർഷവും നമ്മുടെ കൂടെ ഇരുന്ന പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ സാന്നിധ്യം അങ്ങേയറ്റം സന്തോഷാർഹമാണ്. എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ വെട്ടം മാലിക് കോയ സാഹിബ് വേദിയിലുണ്ട്. നമ്മുടെ ആദ്യത്തെ സെഷനിൽ വെട്ടം ബാപ്പു മുസ്ലിയാരെ കുറിച്ചുള്ള അനുസ്മരണം, വെട്ടം നാടിൻ്റെ ഒരു ഗുരുനാഥനായിരുന്ന, മഹനീയ നേതൃത്വമായിരുന്ന വെട്ടം ബാപ്പു മുസ്ലിയാരെ കുറിച്ച് മനോഹരമായൊരു അനുസ്മരണം ഇവിടെ നടത്തി പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ വെട്ടം മാലിക് കോയ സാഹിബ് വേദിയിലുണ്ട്. മറ്റ് ഒരുപാട് പ്രമുഖർ, ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നാൽ ഡോക്ടർ ഹസൻ ബാബു വേദിയിലുണ്ട്. അതോടൊപ്പം നമ്മുടെ ഹാഫിദീങ്ങൾ, ആദ്യമായി ഇരിക്കുന്നത് മുഹമ്മദ് സഹൽ കൂട്ടിലങ്ങാടിയാണ്. സഹൽ കൂട്ടിലങ്ങാടി, റഷീദ് ഉസ്താദിന് അടുത്തിരിക്കുന്നത് സഹൽ കൂട്ടിലങ്ങാടിയാണ് ഹാഫിദ്. ഈ വർഷത്തെ APSLM ഹോളി ഖുർആൻ അവാർഡ് ജേതാവാണ്. ആ അവാർഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും പ്രമുഖമായ ഖുർആൻ അവാർഡാണ് APSLM ഹോളി ഖുർആൻ അവാർഡ്. അന്തരിച്ച APSLMൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കുടുംബം നടത്തുന്ന
ഒരു ഖുർആൻ മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് നൽകുന്ന അവാർഡാണ്. 10 ലക്ഷം രൂപയാണ് അതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത്. ഈ 2025 ആ വലിയ മത്സരത്തിൽ വിജയിയായിക്കൊണ്ട് നമ്മുടെ അഭിമാനമായി മാറിയ മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി സ്വദേശിയാണ് ഹാഫിദ് മുഹമ്മദ് സഹലും അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ നാസർ സാഹിബ് ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ പിതാവിന് 9 മക്കളുണ്ട്. അതിൽ 7 മക്കളും ഹാഫിദീങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു നാടൻ മനുഷ്യനാണ്, ആടിന് ഇല വെട്ടാൻ പോയി എന്നാണ് ഉമ്മ ഞങ്ങളോട് പറഞ്ഞത്. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മക്കളെ മുഴുവൻ ഹാഫിദീങ്ങളാക്കിയിരിക്കുന്നു. അതിലൊരു ഹാഫിദ് ഒരു വലിയ അവാർഡ് നേടിയിരിക്കുന്നു. ആ വലിയ കുടുംബത്തെ മുഴുവൻ നമ്മൾ ആദരിക്കുകയാണ് ഈ ചടങ്ങിൽ വെച്ചിട്ട്. ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഹാഫിദിൻ്റെ ഖിറാഅത്തും ഉണ്ടാകും. അങ്ങേയറ്റം ആദരവോടുകൂടി ഹാഫിദ് മുഹമ്മദ് സഹൽ കൂട്ടിലങ്ങാടിയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹാഫിദ് സക്കരിയ നജ്മി അദ്ദേഹത്തിന് തൊട്ടടുത്തിരിക്കുന്നത് കോഴിക്കോട്ടുകാരനായ ഹാഫിദ് സക്കരിയ നജ്മിയാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഖാരിയാണ്, കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹാഫിദത്താണ്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ 6 പേരും ഹിഫ്ളിലാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഹിഫ്ളാണ്. ആ കുടുംബം മുഴുവൻ ഹാഫിദീങ്ങളാൽ നിറഞ്ഞ ഒരു കുടുംബത്തിൽ ഖുർആൻ ഹിഫ്ള് കഴിഞ്ഞ് പുറത്ത് പോയി തജ്വീദിലും ഖിറാഅത്തിലും തഖസ്സുസായി അതിൽ പ്രത്യേകമായിട്ട് ബിരുദം നേടിയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഖുർആൻ ഹിഫ്ള് കോളേജിൽ ഖിറാഅത്ത് വിഭാഗം മേധാവിയായി പ്രവർത്തിക്കുന്ന മഞ്ചേരി നജ്മുൽ ഹുദ ഖുർആൻ ഹിഫ്ള് കോളേജിൽ ഖിറാഅത്ത് മേധാവിയായ റമദാനിന് ശേഷം ജോലി ചെയ്യാൻ പോവുകയാണ് അദ്ദേഹം വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചിവിടെ വന്ന് അദ്ദേഹം ഖിറാഅത്ത് ചെയ്യും. അല്പസമയം ഖിറാഅത്തിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കും. ഖുർആനെ കുറിച്ച് ഫളായിലുകൾ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഹാഫിദ് സക്കരിയ നജ്മിയെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഇരിക്കുന്നത് നമ്മളൊക്കെയും അറിയേണ്ട ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. നമ്മുടെ ഖിറാഅത്തിന് വേണ്ടി വന്ന നമ്മുടെ ഹാഫിദ് ഫർഹാൻ്റെ പിതാവാണ് ഈ ഇരിക്കുന്ന ഹാഫിദ് മൻസർ ആലം ബിഹാർ. അദ്ദേഹം ബിഹാർ സ്വദേശിയാണ്. 1984-85 കാലഘട്ടങ്ങളിൽ ബിഹാറിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന കുറച്ച് ഹാഫിദുമാരുണ്ടായിരുന്നു. ആദ്യമായി വന്ന അതിലൊരാളായിരുന്നു ബഹുമാനപ്പെട്ട മൻസർ ആലം. അദ്ദേഹം കോഴിക്കോട് ഇടിയങ്ങരയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഖിറാഅത്തിൻ്റെ ഹിഫ്ളിൻ്റെ ഉസ്താദായി, ഉറുദു ഭാഷയുടെ ഉസ്താദായി അദ്ദേഹം ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട്. പ്രമുഖ പ്രഭാഷകനായ സിംസാറുൽ ഹക്ക് ഹുദവി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഒരുപാട് ഹുദവികളുടെ ഗുരുനാഥനാണ് ബഹുമാന്യനായ മൻസർ ആലം, ഹാഫിദ് മൻസർ ആലം. അദ്ദേഹം നാട്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഭാഗ്യത്തിന് ഈ സമയത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ അദ്ദേഹം ഇവിടെ വന്നതാണ്. അങ്ങേയറ്റം ബഹുമാനത്തെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ അങ്ങേയറ്റം വിലമതിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ ഹാഫിദ് മുഹമ്മദ് ഫർഹാൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. നമ്മുടെ പഴങ്കുളങ്ങര തിരൂർ പഴങ്കുളങ്ങര IP അഹമ്മദ് കുട്ടി മാസ്റ്റർ ഹിഫ്ളുൽ ഖുർആൻ കോളേജിലെ IP അഹമ്മദ് കുട്ടി മാസ്റ്റർ ഹിഫ്ളുൽ ഖുർആൻ കോളേജിലെ ഉസ്താദ് കൂടിയാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഫർ. കഴിഞ്ഞ 4 തവണയും നമ്മുടെ ഈ പരിപാടിയിൽ ഖിറാഅത്തിൻ്റെ ആരംഭം കുറിച്ചത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഫർഹാനാണ്. അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹത്തോട് ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഈ വേദിയിൽ ഹാഫിദ് മുഹമ്മദ് അഫ്ഫാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് ഇവിടെ നടന്നു കഴിഞ്ഞു. അത് നമ്മുടെ സഹോദരൻ അൻവർ KKയുടെ മകനാണ്. വളരെ ചെറുപ്പക്കാരനാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അത് കഴിഞ്ഞ വർഷം തന്നെ ഹിഫ്ള് പൂർത്തീകരിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ മകൻ കൂടിയായതിന് സന്തോഷം നമുക്കുണ്ട്. ഹാഫിദ് അഫ്ഫാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ബഹുമാനായ സിറ്റി ബഷീർ ഹാജി, അദ്ദേഹം നമ്മുടെ ഈ പരിപാടി 2ാമത്തെ വർഷമാണ് ഇവിടെ നടക്കുന്നത്. എപ്പോഴും സ്റ്റേജിലിരിക്കാൻ മടിയാണ്, അതുകൊണ്ട് സദസ്സിലാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ട ബഷീർ ഹാജിയെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തെയ്യമ്പാടി ബാബാഹാജിയുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ പ്രമുഖരുടെ നിരയാണ് മുമ്പിലിരിക്കുന്നത് മുഴുവനും. വെട്ടൻ ജബ്ബാർ മാഷുണ്ട്, അദ്ദേഹത്തിൻ്റെ BK ബാപ്പു മുസ്ലിയാരുടെ മക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ. പേര് പറയാൻ നിന്നാലേ സമയം നീണ്ടുപോയതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യം അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ പറയാനുള്ളത്, നമ്മളിതൊരു സാധാരണ സദസ്സ് പോലെ ഇരിക്കരുത്. ഈ ഉദ്ഘാടന ചടങ്ങെന്ന് പറയുന്ന ഔപചാരികതയ്ക്ക് വേണ്ടിയാണ്. ഇതിന് ശേഷം ബഹുമാനപ്പെട്ട റാജി അലി തങ്ങൾ സംസാരിച്ച ശേഷം, നമ്മുടെ ഈ ആശംസകൾ കഴിഞ്ഞ ശേഷം റാജി അലി തങ്ങൾ തന്നെ ഖിറാഅത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. പിന്നീട് നമ്മുടെ ഖുർആൻ്റെ ഖിറാഅത്തുകളാണ്. സമാപനമായി സുലൈമാൻ സാഹിബിൻ്റെ പ്രഭാഷണം ഉണ്ടാകും. അതുവരെ എല്ലാവരും ഇരിക്കണം. നമ്മുടെ പ്രാർത്ഥനകളുടെ സദസ്സാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേർ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ സംഘാടകരായിരുന്ന അരീക്കാട്ട് VK നാസർ, നമ്മളുടെ കോയക്കുട്ടി ഹാജി പൂക്കയിൽ, ഞങ്ങളുടെ സഹോദരൻ റഷീദ് സാഹിബിൻ്റെ ഭാര്യ ബുഷറാത്ത,
നേരത്തെ പറഞ്ഞ ബാപ്പു ഹാജി, ഞങ്ങളുടെ സുഹൃത്തുക്കളായിരുന്ന അഹമ്മദ്, നിയാസ്, ഇതിലെ സംഘാടകരായ ചെറുപ്പക്കാരാണ്. നിയാസ് പിന്നെ ഒരിക്കൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടി ദുബായ് എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എടുത്തിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് വിമാനം വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അറ്റാക്ക് വന്നിട്ട് ദുബായിൽ വെച്ച് നിയാസ് മരണപ്പെട്ടു പോയത്. അഹമ്മദ് ഒരു ബൈക്ക് അപകടത്തിൽ റമദാനിൽ ഇഫ്താറിന് ഒരു ഇഫ്ത് കോളേജിലെ കുട്ടികൾക്ക് ഭക്ഷണം റെഡിയാക്കിയിട്ട് അതിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് മഗ്‌രിബിൻ്റെ സമയത്ത് ബൈക്ക് ആക്സിഡൻറ്റിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അഹമ്മദ് ഞങ്ങൾ ഇന്നും ഇവിടെ പറഞ്ഞു പോയത്. ഞങ്ങളുടെ നാസർ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് കിഡ്നി മാറ്റി വെച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെ അത് അസുഖം പ്രയാസത്തിലായിട്ടാണ് നാസർ ഇവിടെ പറഞ്ഞു പോയത്. എല്ലാവരെയും ഓർക്കുകയാണ് നമ്മൾ. നിങ്ങളെ മനസ്സിലൊക്കെ ആളുകൾ ഓർമ്മ വരുന്നുണ്ടാവും. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മളെ ഉപ്പ, ഞാനീ പറയുമ്പോൾ എൻ്റെ ഉമ്മാനെയും എൻ്റെ ഉപ്പാനെയും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളെയൊക്കെ മനസ്സിൽ നമ്മിൽ നിന്ന് പ്രിയപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഓരോരുത്തരുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കും. ഈ സദസ്സിലിരിക്കുമ്പോൾ നമ്മളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടി ഇരിക്കണം. ഇവിടെ പ്രാർത്ഥനകൾ ഉണ്ടാകും. ആ പ്രാർത്ഥനകളിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി നമ്മളൊക്കെയും അള്ളാഹുവോട് പടച്ച റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി നമ്മളെല്ലാവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബ്ബാസ് അലി, നടുവിലങ്ങാടി അബ്ബാസ് അലി സാഹിബ് നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. 2 വർഷം അമാനത്തോട് ഓഡിറ്റോറിയത്തിൽ നമ്മൾ നടത്തിയത്. അമാനത്ത് ഹാജി ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഞങ്ങൾ അമാനത്ത് ഓഡിറ്റോറിയത്തിൽ പരിപാടി കഴിഞ്ഞിട്ട് അമാനത്ത് ഹാജിക്ക് അതിൻ്റെ വാടക കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ ചെന്നപ്പോൾ അമാനത്ത് ഹാജി ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം. കൈ ഇങ്ങനെ മേലോട്ട് ചൂണ്ടിയിട്ട് അമാനത്ത് ഹാജി പറഞ്ഞ വാക്ക് ഇന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. വളരെ ഒരുപാട് ജാരിയായ സ്വതക്കൾ ചെയ്തിരുന്ന ദീനിയായ എല്ലാ സംരംഭങ്ങളോടും അങ്ങേയറ്റം ചേർന്ന് നിന്നിരുന്ന വാണിയന്നൂർ പ്രദേശത്തിൻ്റെ ഒരു അഭിമാനമായിരുന്ന പ്രിയപ്പെട്ട അമാനത്ത് ഹാജി അടുത്താണ് മരണപ്പെട്ടത്. പടച്ചിറത്ത് മർഹമത്ത് നൽകുമാറാവട്ടെ. അതോടൊപ്പം ഈ ചടങ്ങിനോട്, ഈ സദസ്സിനോട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പിന്തുണ തന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സാമ്പത്തികമായി വലിയ ബാധ്യത ഈ സംഘാടനത്തിനുണ്ട്. അതിലൊക്കെ സഹകരിച്ച ആളുകളുണ്ട്. ഇതിലേക്ക് നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്തപ്പോൾ അതിൽ സഹകരിച്ച കുടുംബമുണ്ട്. അവരുടെയൊക്കെ വലിയ വലിയ സംഭാവനകൾ, വലിയ സഹകരണങ്ങൾ ഈ സദസ്സിലുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ പ്രാദേശികമായി സംഘാടക സമിതി വിളിച്ചപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള ഇവിടെയുള്ള പ്രാദേശിക സുഹൃത്തുക്കൾ EM ഇക്ബാൽ, നസർ ചാരാത്ത്, പൊക്കളാത്ത് മുസ്തഫ, ഇവിടെയുള്ള പ്രാദേശികമായ ഒരുപാട് ആളുകൾ, ഷെരീഫ് ഹാജി, പിന്നെ നമ്മുടെ വള്ളിക്കാഞ്ചന മഹൽ ഖത്തീബ് റഊഫ് ബാക്കവി, ഒരുപാട് പേര്, നമ്മളുടെ നിറമരുതൂർ മരക്കാർ മുസ്ലിയാരുടെ പേരമകൻ സഫ്വാൻ വാഫി ഇതേവിടെ സദസ്സിലുണ്ട്. വേദിയിലേക്ക് വരാൻ മടിയാണ്. അദ്ദേഹം മൊത്തപ്പാടം പള്ളിയിലെ ഖത്തീബ് ഇമാമുമാണ്. സഫ്വാൻ വാഫി നമുക്കൊരു സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്ന പണ്ഡിത വരണ്യനായ മരക്കാർ ഉസ്താദിൻ്റെ പേരക്കുട്ടി സഫ്വാൻ വാഫി. ഒരുപാട് പേരുകൾ എടുത്ത് പറയേണ്ട പേരുകളുണ്ട്. എല്ലാവരെയും നമ്മുടെ ചെറുപ്പക്കാരായ ഒരുപാട് പേർ, ഈ പ്രാദേശികമായി അക്ബർ ഉണ്ണിയാൽ, അഫ്സൽ ഉണ്ണിയാൽ, ഒരുപാട് പേർ ഇവിടെ സന്നിധരായിട്ടുണ്ട്. ഇവിടെ സഹകരിക്കുന്ന ആളുകൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ വന്നുകൂടിയ ഓരോരുത്തരെയും, ഉമ്മ പെങ്ങന്മാരെ, ചെറുപ്പക്കാർ, കുട്ടികൾ, എല്ലാവരെയും അങ്ങേയറ്റം ബഹുമാനത്തോടെ, അങ്ങേയറ്റം സ്നേഹത്തോടെ, ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുവാൻ അഭിവന്ദനായ MA റഫീഖ് മാസ്റ്ററോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ തങ്ങൾക്കിനി രാമനാട്ടുകാർ ഒരു പരിപാടിയിലേക്ക് എത്താനുള്ളതുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങളുടെ പൗത്രൻ, പ്രിയപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പുത്രൻ സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങളെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരകൾ നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ, സമാദരണീയരായ വേദിയിലിരിക്കുന്ന ഉസ്താദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഹാഫിളീങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറെ ധന്യമായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആസ്വാദന സദസ്സ്. സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ തലമുറകൾക്ക് അപ്പുറത്തേക്ക്, അതല്ലെങ്കിൽ പ്രായഭേദമന്യേ എല്ലാവരുടെയും ഹൃദയം കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു മഹത്തായ കഴിവ്, ഒരു മാസ്മരികത ഖുർആനിനുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യകാല ചരിത്രം മുതൽ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ മനുഷ്യകുലത്തിലേക്ക് എത്തിച്ചു തരുന്നത് ഒരു പുസ്തകമായിട്ട് വെറുതെ അങ്ങ് തരികയല്ല, നമ്മൾ മറ്റുള്ള പുസ്തകങ്ങൾ വാങ്ങുന്നത് പോലെയല്ല. നേരെമറിച്ച് കൃത്യമായ രീതിയിൽ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളിൽ നിന്ന് വഹ്യ് സ്വീകരിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുകയും അത് കൃത്യമായ രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ഏറെ മാധുര്യമുള്ള രീതിയിൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു മഹത്തായ ചരിത്രം ഖുർആനിനുണ്ട്. മക്ക മുശ്രിക്കീങ്ങൾ പോലും ഒളിഞ്ഞു നിന്നുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിറാഅത്ത് പാരായണം കേൾക്കുമായിരുന്നു. ഖുർആൻ അല്ലാഹു ഇറക്കിയിരിക്കുന്നത്, നിലനിർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇന്ന് 1400 വർഷങ്ങൾക്ക് ശേഷവും ഖുർആനിന് അവകാശപ്പെടാൻ കഴിയുന്നത് പോലെയുള്ള അവകാശവാദങ്ങൾ മറ്റൊരു ഗ്രന്ഥത്തിനും സാധിക്കുകയില്ല. അള്ളാഹു ഇതിനു മുമ്പ് അള്ളാഹുവിന്റെ കലാമ് തന്നെ നിരവധി പ്രവാചകന്മാരിലൂടെ നിരവധി നാടുകളിൽ മനുഷ്യരിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് തന്നെ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്കറിയാം, ഏടുകളിലായിട്ട്, കിതാബുകളായിട്ട് തൗറാത്തും ഇഞ്ചീലും സബൂറും നമ്മൾ പഠിച്ചതാണ്. എന്നാൽ അതെല്ലാം മനുഷ്യരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചകൾക്ക് വേണ്ടി തിരുത്തിക്കൊണ്ട് അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ദൈവികമായ സന്ദേശം മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യത്യാസപ്പെടുത്തിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. പരസ്പര വൈരുദ്ധ്യമുള്ള വാക്കുകളൊക്കെ അതുകൊണ്ടാണ് പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവികമായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ആ ഗ്രന്ഥം നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത്, ജീവിച്ച് കാണിച്ചു തന്നത്, അത് അതുപോലെ നിലനിർത്തിക്കൊണ്ട് വ്യത്യസ്ത പാരായണ രീതികളുണ്ട്. അതിലേക്കൊക്കെ ഹഫ്ളിങ്ങളും ഹിഫ്ളിന്റെയും ഖിറാഅത്തിന്റെയും ഉസ്താദുമാര് നമുക്ക് പറഞ്ഞു തരും. വ്യത്യസ്ത ഖിറാഅത്തിന്റെ രീതികളുണ്ട്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്ദേശം ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹുവിന്റെ വഹ്യ് അല്ലാതെ ഒരു കാര്യവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നില്ല. ആ ഗ്രന്ഥം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണെന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാണ്. നമ്മൾ പറയും ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന്. അതെ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, നമ്മളത് അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നാൽ അത് വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? ഖുർആനിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഖുർആനിൽ മറ്റത്ഭുതങ്ങളുണ്ട് എന്നാണ്. ഖുർആനിൽ അതെല്ലാം ഉണ്ട്. അതെല്ലാം അവിടെ ഒരു ഫാക്റ്റായിട്ട് തന്നെ, ഒരു അറിവായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല നമ്മൾ ഖുർആനിനെ വിശ്വസിക്കുന്നത്. ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് നമ്മൾ വിശ്വസിക്കാനുള്ള ഏക കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നു എന്നുള്ളത് കൊണ്ടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വിശുദ്ധിയാണ് ഖുർആനിനെ നമ്മൾ അള്ളാഹുവിന്റെ ഗ്രന്ഥമായിട്ട് കണക്കാക്കാനുള്ള കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നത് ഏറെ അതിക്രമങ്ങൾക്കിടയിലും മക്കാ മുശ്രിക്കീങ്ങളുടെയും കാഫിരീങ്ങളുടെയും മുനാഫിഖീങ്ങളുടെയും ഇടയിൽ അവരുടെ ഓരോ ഭാഗത്ത് നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നപ്പോൾ സ്വഹാബത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇലാഹിയായ സന്ദേശം ജീവിച്ച് കാണിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും അവസാന കാലഘട്ടം വരെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ അള്ളാഹുവിന്റെ ഈ ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണ, അള്ളാഹുവിന്റെ കലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ പറഞ്ഞ അവകാശവാദം ഖുർആൻ പോലെ കോടിക്കണക്കിന് ജനങ്ങൾ മനഃപ്പാഠമാക്കുകയും ജീവിക്കുകയും മറ്റ് വരുന്ന തലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് തന്നെ വേറെ കാണാൻ സാധിക്കുമോ? അള്ളാഹുവിന്റെ ആ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ വലിയ തെളിവ് എന്ന് പറയാൻ പറ്റൂല. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ലേഷൻ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഖുർആനിനെ അള്ളാഹു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ലോകത്ത് കോടാനുകോടി ആളുകൾ, ഇന്ന് നമ്മൾക്ക് ഒരു നിമിഷത്തേക്ക് കരുതാം, ലോകത്തുള്ള ഖുർആൻ ഗ്രന്ഥങ്ങൾ മുഴുവൻ, മുസ്ഹഫ് മുഴുവൻ, ഖുർആനല്ല മുസ്ഹഫ്, നമുക്ക് ഫാത്തിഹ മുതൽ നാസ് വരെ എഴുതിയിട്ടുള്ള മുസ്ഹഫ് ലോകത്തൊരു ഒരു നിമിഷത്തേക്ക് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്നാലും ചിന്തിക്കുക, ചില ആളുകൾ വന്ന് നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു എന്ന് കൂട്ടുക. എന്നാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചു തന്ന ഇലാഹിയായ സന്ദേശം ഒരു തെറ്റില്ലാതെ
ഒരു മാറ്റവുമില്ലാതെ എങ്ങനെയാണോ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് അതുപോലെ ഇന്ന് ലോകത്ത് വീണ്ടും ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കാൻ സാധ്യമാകും വിധത്തിലുള്ള അത്രക്ക് അറിവുമുള്ള രീതിയിലുള്ള പണ്ഡിതന്മാരെ, ഹാഫിളീങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം, ഖുർആൻ ഹാഫിളായ ആളുകൾ, തഫ്സീറുകൾ, അതിന്റെ ആധ്യാത്മികമായ ജ്ഞാനങ്ങൾ എത്രത്തോളം അത്ഭുതമാണ്. മറ്റ് ഏത് ഗ്രന്ഥത്തിനുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു, അത് സ്വഹാബത്ത് പഠിച്ചു. അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ മഹത്തുക്കൾ, താബിഈങ്ങൾക്ക് അതിന്റെ ഓരോ മുത്തും പവിഴങ്ങളും ഖുർആനിൽ നിന്ന് അതിന്റെ ആധ്യാത്മിക രഹസ്യങ്ങൾ പോലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ താബിഈങ്ങളിലൂടെ നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ മശായിഖമാരിലൂടെ, സൂഫി വര്യന്മാരിലൂടെ, പണ്ഡിതന്മാരിലൂടെ, ഫഖീഹുമാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി. സദസ്സുകളിൽ നിന്നാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനിയും ഇത്തരം സദസ്സുകളിൽ പങ്കെടുത്ത് ഖുർആനിന്റെ അഹ്ലുകാരായി ഖുർആനിനെ പാരായണം ചെയ്യുന്നതോടൊപ്പം അത് ജീവിച്ച് കാണിക്കാനുള്ള, ജീവിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ വേദിയിൽ ചെറിയ 1-2 ആദരങ്ങൾ നടത്താനുണ്ട്. നമ്മുടെ ബഹുമാനായ AP മസ്ലം ഹോളി ഖുർആൻ അവാർഡ് ജേതാവ് സഹൽ കൂട്ടിലങ്ങാടിയുടെ പിതാവ്, നേരത്തെ പറഞ്ഞ പോലെ മക്കളെ മുഴുവൻ ഹാഫിളാക്കിയ നാസർ സാഹിബിന് ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു ഉപഹാരം നൽകുകയാണ്. തങ്ങൾക്ക് പോകാനുണ്ട്, അതിനു മുമ്പായി ആ ഉപഹാരം നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട നാസർ സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിന്റെ കൂടെ വരികയാണെങ്കിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ മക്കളെല്ലാവരും ഹാഫിളീങ്ങളാണ്. ഇതേ സമയത്ത് തന്നെ അവരുടെ മാതാവിന് അടുത്തത് ഹാഫിൾ മൻസർ ആലം. നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഫിൾ മൻസർ ആലത്തിന് ബഹുമാനപ്പെട്ട റാജി അലി ശിഹാബ് തങ്ങൾ ആദരിക്കുകയാണ്. ഹാഫിൾ മൻസർ ആലം ബിഹാർ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ സദസ്സിന് ഒരു അഴകാണ്. വളരെ കാലം മുമ്പ് ഹാഫിളായ പണ്ഡിതനാണ് മൻസർ ആലം. അദ്ദേഹം ബിഹാർ സ്വദേശിയാണ്. അദ്ദേഹത്തെ നമ്മുടെ നാടിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആദരിക്കുകയാണ്. ബഹുമാനായ സിറ്റി ബഷീർ ഹാജിയെ ബഹുമാനപ്പെട്ട റാജി അലി ശിഹാബ് തങ്ങൾ ആദരിക്കണം. ബഷീർ ഹാജി എന്ന് വേദിയിലേക്ക് വരണം. വേദിയിലേക്ക് വരാൻ വളരെ മടിയുള്ള ആളാണ്. ഈ സദസ്സിൽ എക്കാലവും നമ്മോട് വളരെയേറെ സ്നേഹം പുലർത്തുന്ന നമ്മുടെ അഭ്യുദയകാംക്ഷിയാണ് ബഹുമാനപ്പെട്ട ബഷീർ ഹാജി. ബഷീർ ഹാജി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. PA റഷീദ് സാഹിബ് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സദസ്സ് ഉദ്ഘാടനം ചെയ്ത അഭിവന്ദനായ റാജി അലി ശിഹാബ് തങ്ങൾക്ക് തിരൂർ സാംസ്കാരിക വേദിയുടെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട PA റഷീദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഹാഫിൾ സഹൽ കൂട്ടിലങ്ങാടിയുടെ മാതാവ് സീനത്ത്, അവർ ഈ വേദിയിൽ വന്നിട്ടുണ്ട്. അവർക്ക് തിരൂർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തക കൂടിയായ താന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആഫിയ നൗഫൽ അവിടെ വെച്ച് ഉപഹാരം നൽകുന്നുണ്ട്. അവരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അവർ വനിതകളുടെ ഭാഗത്താണ് അവരുള്ളത്. അവർക്ക് ആഫിയ നൗഫൽ ഉപഹാരം നൽകുകയാണ്. സഹൽ കൂട്ടിലങ്ങാടിയുടെ മാതാവിനുള്ള ആദരം താന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറും
സാംസ്കാരിക വേദിയുടെ വനിതാ കൂട്ടായ്മയുടെ ചെയർപേഴ്സണുമായ ആഫിയ നൗഫലും വനിതാ വിഭാഗം നേതാക്കളും ചേർന്ന് നൽകുന്നു. ചടങ്ങിന് ചെറിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുകയാണ് ബഹുമാനായ പി പി അബ്ദുറഹിമാൻ സാഹിബിന് സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാന്യ ഉദ്ഘാടകൻ, സ്റ്റേജിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, തിരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ റമദാനുമായി സമാഗതമായ ഈ അവസരത്തിൽ നടത്തുന്ന 5 വർഷക്കാലമായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വിജ്ഞാന സദസ്സാണിത്. നമുക്കറിയാം, മാനവികത തകരുകയും മൃഗീയത അടരാടുകയും ചെയ്യുന്ന ഈ വല്ലാത്ത സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സദസ്സുകൾക്കും ഇത്തരത്തിലുള്ള വേദികൾക്കൊക്കെ വലിയ പങ്കുണ്ട്. സാംസ്കാരിക വേദി നടത്തുന്ന വളരെ ഈ സമുദായത്തിൻ്റെ വിപ്ലവകരമായ മാറ്റത്തിൽ സാംസ്കാരിക നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമാണ്. അള്ളാഹു അത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും നമ്മുടെ നാടിനും ഗുണകരമായി മാറ്റം വരുത്താൻ ഇത്തരത്തിലുള്ള സദസ്സുകളും ഇത്തരത്തിലുള്ള വേദികളും ഗുണകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സർവശക്തനോട് ദുആ ചെയ്ത് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരൂർ സാംസ്കാരിക വേദിയുടെ വിശുദ്ധ ഖുർആൻ സദസ്സിൻ്റെ ഉദ്ഘാടന സെഷൻ സമാപനം കുറിക്കുകയാണ്. ഈ സെഷന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി KM നൗഫൽ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ ഈ ഖുർആൻ സദസ്സിൽ വിശുദ്ധ ഖുർആൻ പാരായണം നടത്തുന്ന വിശിഷ്ടമാക്കപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ബഹുമാനപ്പെട്ട റഷീദ് അലി മുസ്ലിയാർ, PA റഷീദ് സാഹിബ്, ഡോക്ടർ ഹസൻ ബാബു, പ്രിയപ്പെട്ട PP അബ്ദുറഹ്മാൻ, സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരായ പ്രിയപ്പെട്ട നൗഷാദ് അന്നാര, റസാഖ് ആലത്തിയൂർ, മറ്റു വേദിയുടെ മുന്നിലുള്ള സദസ്സിലുള്ള ഒരുപാട് പ്രമുഖരുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരും, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ 4 വർഷമായി നടത്തിയ വിശുദ്ധ ഖുർആൻ സദസ്സ് ഈ വർഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഇവിടെ അവസാനം കുറിക്കുകയാണ്. നമുക്കറിയാം, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങളാണ്. നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ താല്പര്യപൂർവ്വം പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്തിച്ചേരാറുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു തിരക്കിലായതുകൊണ്ടാണ് വരാൻ കഴിയാത്തത്. ആ ഒരു പ്രയാസം ഈ തവണ നമ്മൾ ഡേറ്റിൽ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം നേരത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. ഇൻഷാ അല്ലാഹ് മനോഹരമായിട്ട് തന്നെ പരിശുദ്ധ ഖുർആൻ്റെ പാരായണം നടത്തി അദ്ദേഹം തങ്ങൾക്ക് പെട്ടെന്ന് രാമനാട്ടുകരയിൽ മറ്റൊരു പ്രോഗ്രാം കൂടി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പിരിഞ്ഞു പോയത്. അദ്ദേഹത്തിന് ഈ സാംസ്കാരിക വേദിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട സാംസ്കാരിക വേദിയുടെ ആദരണീയനായ പ്രസിഡന്റ് MA റഫീഖ് മാസ്റ്റർ, പ്രിയപ്പെട്ട MLA ഏതാനും സമയത്തേക്കും എത്തിച്ചേരും കുറുക്കോളം മൊയ്തീൻ സാഹിബ്, നമ്മുടെ ഖിറാഅത്ത് നടത്തിയ പ്രിയപ്പെട്ട ഹാഫിദ് മുഹമ്മദ് ഫർഹാൻ, ഹാഫിദ് മുഹമ്മദ് ഹഫാൻ, പ്രിയപ്പെട്ട ഇനി ഖിറാഅത്ത് നടത്താനുള്ള നമ്മുടെ സഹൽ കുട്ടിലങ്ങാടി, അതുപോലെ തന്നെ സഹൽ കുട്ടിലങ്ങാടിയുടെ കുടുംബം, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിദ് മിസ്ഹബ് കൊടുവള്ളി, അദ്ദേഹം ഏതാനും സമയത്ത് എത്തിച്ചേരും. മുഹമ്മദ് സഹൽ നജ്മി, കാരി സക്കരിയ നജ്മി. അതുപോലെ തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ വളരെ മനോഹരമായി ഓഡിറ്റോറിയം സൗകര്യം ചെയ്തു തന്ന പ്രിയപ്പെട്ട സിറ്റി ബഷീർ ഹാജി, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുമായിട്ട് ഏത് കാര്യങ്ങൾക്കും സഹകരിക്കുന്ന പ്രിയപ്പെട്ട സിറ്റി അബ്ദുറഹ്മാൻ സാഹിബ്, തിരൂരിലെ വ്യാപാരി നേതാവ് കൂടിയാണ്. നമ്മുടെ വള്ളിക്കാഞ്ഞിരം മദ്രസയിലെ സദർ മുഅല്ലിം പ്രിയപ്പെട്ട റഷീദ് അലി മുസ്ലിയാർ, സംഘാടക സമിതിയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട മുസ്തഫ പൊക്ലാത്ത്, നമുക്കറിയാം നമ്മുടെ വെട്ടത്തെ ബാപ്പു മുസ്ലിയാരുടെ മക്കളും പേരക്കുട്ടികളും അവരുടെ
പെൺകുട്ടികളും എല്ലാവരും ഈ ചടങ്ങിലുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ പരസ്യ പ്രചരണം നടത്തിയ പ്രിയപ്പെട്ട ബാസിത്ത് ടെക്സ്റ്റൈൽസിൻ്റെ ബഷീർ രാജി, അങ്ങനെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായി സഹായിച്ചവർ, സംഘാടക സമിതിയിലുള്ള എല്ലാവർക്കും, വന്നു ചേർന്ന എല്ലാവർക്കും ഈ ഔദ്യോഗിക ചടങ്ങിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇനി പരിശുദ്ധ ഖുർആൻ്റെ പാരായണമാണ് നടക്കാനുള്ളത്. അതിനുശേഷം നമ്മുടെ സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ സംസാരവും ഉണ്ടാകും. എല്ലാം അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പോകാവൂ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടുതലൊക്കെ അല്ലാഹു നമുക്കതിൻ്റെ തക്കതായ പ്രതിഫലം നൽകട്ടെ. പരിശുദ്ധ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തൽ. ഇനിയും ഇത്തരം പരിപാടികളൊക്കെ നടത്തുന്നതിന് വേണ്ടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ഉപഹാരങ്ങൾ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA കുർക്കുലമുദ്ദീൻ സാഹിബിനെ ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ ഈ പിറകിലെ LED സ്ക്രീനിൽ കാണിക്കുകയും ഈ പരിപാടിയുടെ സംഘാടനത്തിൽ നമ്മോടൊപ്പം ചേർക്കുകയും നിൽക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുൽ നാഫിഹ് ഉദവി, അദ്ദേഹം ഉദവിയാണ്. അബ്ദുൽ നാഫിഹ് ഉദവി അരീക്കാടിനുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട കുർക്കുലമുദ്ദീൻ MLA നൽകുകയാണ്. വേദി സദസ്സിലിരിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഒരുപാട് പേരുണ്ട്. സാധിക്കുന്ന മുസ്തഫ സാഹിബ് സ്റ്റേജിലേക്കൊന്ന് വന്ന് നന്നായിരിക്കും. ഫോട്ടോ കുഞ്ഞിപ്പ തെയ്യമ്പാടി, ബഹുമാന തെയ്യമ്പാടി ബാബാഹാജി വേദിയിലേക്കൊന്ന് കയറ്റി പെട്ടെന്ന്. അടുത്തത് ഏറ്റവും ആദ്യം നമ്മുടെ ഖുർആൻ പാരായണം തുടങ്ങി വെച്ച ബഹുമാനായ ഹാഫിദ് മുഹമ്മദ് ഫർഹാൻ, അദ്ദേഹത്തിനുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട MLA നൽകുകയാണ്. സാംസ്കാരിക വേദി ഭാരവാഹികളൊക്കെ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹാഫിദ് മുഹമ്മദ് സഹൽ നജ്മി, ഈ വർഷത്തെ APSLM ഹോളി ഖുർആൻ അവാർഡ് ജേതാവ് ഹാഫിൽ മുഹമ്മദ് സഹൽ നജ്മിക്കുള്ള ഉപഹാരം ബഹുമാനായ കുർക്കുളി നൽകുകയാണ്. റസാഖ് ആലത്തിയൂർ, കരീം വെട്ടം എന്നിവർ സദസ്യരുണ്ടെങ്കിൽ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തത് മുഹമ്മദ് അഫാൻ, നമ്മുടെ ഖിറാഅത്ത് നിർവഹിച്ച ഹാഫിദ് മുഹമ്മദ് അഫാന് ഉപഹാരം നൽകുകയാണ്. അടുത്തത് ഖാരി സഖറിയ നജ്മി, അദ്ദേഹത്തിന് ഉപഹാരം നൽകുകയാണ്. ഹാഫിദ് സഖറിയ നജ്മി. PK കമറുദ്ദീൻ സാഹിബ് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഫ്വാൻ വാഫി, എല്ലാവരും സദസ്സിലുണ്ട്, എല്ലാവർക്കും വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, ഈ പരിപാടിയുടെ പ്രമുഖ സംഘാടകരിൽ ഒരാളുമായിട്ടുള്ള പ്രിയങ്കരനായ MA റഫീഖ് സാഹിബ് അവരുടെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഹാഫിദീങ്ങളും ഖാരിയങ്ങളുമായിട്ടുള്ള ആലിമീങ്ങൾ ഉൾക്കൊള്ളുന്ന വന്യരായ വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ഖുർആൻ കേൾക്കുവാൻ, അത് മധുരമായി ഉൾക്കൊള്ളുവാൻ തുറന്ന ഹൃദയത്തോടുകൂടി എത്തിച്ചേർന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സഹോദരങ്ങളെ, കൂട്ടുകാരെ, ഇതുപോലെയുള്ള ഒരു മഹത്തായ സദസ്സിൽ സംസാരിക്കാൻ അർഹതനായ ഒരാളല്ല ഞാൻ എന്ന ബോധ്യം എനിക്കുണ്ട്. മഹാന്മാരായ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ പ്രമുഖന്മാരായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ഹാഫിദീങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്.
അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഈ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ആളുകൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ അത്യപൂർവമായിരുന്നു. അതുകൊണ്ട് മറ്റ് നാടുകളിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു പതിവ്. 100 കൊല്ലം മുമ്പ് എൻ്റെ നാട്ടിൽ ഒരു ഓത്തുപള്ളി തുടങ്ങിയപ്പോൾ അവിടെ അതിനുവേണ്ടി നേതൃത്വം നൽകിയ കപ്പൂരത്ത് ഖാദർ മാസ്റ്റർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഖുർആൻ മനപ്പാടമാക്കിയ ഒരാളെ മുക്കത്ത് നിന്നാണ് തേടി പിടിച്ചു കൊണ്ടുവന്നത്. ആ കുടുംബത്തെ തന്നെ അവിടുന്ന് ഇവിടെ കൊടുന്ന് പറിച്ചു നിർത്തും. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച, എൻ്റെ പിതാവിനെ ഉൾപ്പെടെയുള്ളവരെ പഠിപ്പിച്ച മർഹൂം അബുമല്ല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ, എൻ്റെ പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ ഇടങ്ങളിലെല്ലാം ഹാഫിളീങ്ങളായ ധാരാളം ആളുകളുള്ള ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ അടുത്ത് ഇവിടെ തന്നെ ആദരവ് സ്വീകരിച്ച വളവന്നൂരിൽ നടന്ന അസ്ലം മെമ്മോറിയൽ ഖുർആൻ പാരായണ മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയ പ്രിയങ്കരനായ നമ്മുടെ സുഹൃത്ത് കുട്ടി, അവരുൾപ്പെടെയുള്ള ആളുകൾ ആ 2 ദിവസത്തെ മത്സര പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതൊരു അപാരമായ അനുഭവമായിരുന്നു. ഖുർആൻ നമുക്ക് വെളിച്ചം കാണിക്കും. ഇന്ന് പല ആളുകളും പറയാറുണ്ട്, വായന മരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. വായന മരിക്കില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഖുർആനിൻ്റെ അനുയായികളായ നാം വിശ്വസിക്കുന്നു. കാരണം ഖുർആന് ആദ്യം അവതരണമായത് ഇഖ്റ, അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്ക് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ഖാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഖുർആന്റെ അവതരണം സമാരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നമ്മൾക്കറിയാം, വായന ലോകത്ത് നിലച്ചു പോവില്ല. അതുകൊണ്ട് എന്നും എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസത്തെ ഓരോ നിമിഷവും പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതിലേക്ക് ആഴ്ന്നിറങ്ങാൻ, അതിനെക്കുറിച്ച് അതനുസരിച്ച് നമ്മുടെ സ്വഭാവം രൂപീകരിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ ഉള്ള മഹാഭാഗ്യം ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മെ ആ നേർമാർഗത്തിലേക്ക് അതനുസരിച്ച് സഞ്ചരിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന അവിടുത്തെ അടിയാറുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ചുരുക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേൽപ്പത്തൂർ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ക്ഷീണിതനായി, ഒരു ടെൻഷനിലായിരുന്നു ഈ പരിപാടി തുടങ്ങിയത്. സത്യസന്ധമായിട്ട് പറയാം, ഞാനിവിടെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുമ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിട്ട് കോഴിക്കോട്. എൻ്റെ മനസ്സൊക്കെ വായിച്ചാൽ അറിയാം, ആ ഒരു ടെൻഷനിലായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പരിപാടിയുള്ള ഇമ്പം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഖുർആൻ പ്രഭാഷണം എന്നുള്ള ആ നീയത്തിൽ വന്നതാണ്. അള്ളാഹു നല്ല ആരോഗ്യവും സമാധാനമൊക്കെ നൽകട്ടെ, പൂർണ്ണ ശിഫ അദ്ദേഹത്തിന് നൽകട്ടെ. ഈ സദസ്സിൻ്റെ പ്രാർത്ഥന ഞാൻ അദ്ദേഹത്തോട് ഫോൺ ചെയ്യുമ്പോൾ പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എങ്ങനെയെങ്കിലും പുറപ്പെടാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായും ശിഫയാകും. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഖുർആൻ എന്ന പരിപാടി ഉദ്ദേശിച്ച് പുറപ്പെട്ടതാണ്. ക്ഷീണിതനാണ്, സംസാരിക്കും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
യാത്രക്ക് ബുദ്ധിമുട്ടുള്ളവർക്കും നമ്മൾ സംഘാടകർ സൗകര്യം ചെയ്യും. ആരും ടെൻഷനായിട്ടിരിക്കരുത്. എല്ലാവർക്കുമുള്ള ഭക്ഷണം ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുള്ളത് AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് നേരത്തെ ഇവിടെ സംസാരിച്ചു. ആ പരിപാടി 2ാം തവണയാണ് നമ്മുടെ വളവന്നൂരിൽ നടന്നത്. ആ ഒരു ചിന്ത സഹോദരൻ മരണപ്പെട്ടുപോയ സഹോദരൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി ഒരു കുടുംബം തീരുമാനിച്ചത് വിശുദ്ധ ഖുർആൻ്റെ മനോഹരമായ ഒരു സദസ്സ് സംഘടിപ്പിക്കാനാണ്. അതും കേരളത്തിലെ ഇതുവരെ നടത്താത്ത വലിയ തുക, സമ്മാനത്തുക നൽകിക്കൊണ്ട്. 1ാം വർഷം ആൺകുട്ടികൾക്ക് മാത്രമാണെങ്കിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ 2ാം വർഷത്തെ പരിപാടി അവർ സംഘടിപ്പിച്ചത് കുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്ന രീതിയിൽ എല്ലാവർക്കും വേണ്ടി 3 വിഭാഗങ്ങളിലായിട്ടാണ് അതിൻ്റെ മത്സരം നടന്നത്. ആ മത്സരത്തിൻ്റെ ഹോളി ഖുർആൻ അവാർഡിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട AB അബ്ദുസമദ് സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു പരിപാടി നമ്മുടെ നാടിന് സംഭാവന ചെയ്തത് അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അങ്ങനെയാണ് സഹൽ കുട്ടിലങ്ങാടിയെ പോലെയുള്ള പ്രതിഭകളെ നമുക്ക് കിട്ടിയത്. അത് സ്വീകരിക്കട്ടെ. അവിടെ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട കൽപ്പകഞ്ചേരി എന്ന പ്രദേശത്തിൻ്റെ വെളിച്ചമായിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ AP അസ്ലം സാഹിബിൻ്റെ ഖബറിലേക്ക് അതിൻ്റെ അഥറൊക്കെ എട്ടത്തെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. സമദ് സാഹിബ് വിദേശത്തും സ്വദേശത്തും എന്ന രീതിയിൽ ചാരിറ്റി രംഗത്ത് ഒരുപാട് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ അവിടെ മസ്ജിദ് ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും അവർക്ക് റിലീഫ് പ്രവർത്തനത്തിലൊക്കെ പുറപ്പെട്ട് ഇന്നാണ് അദ്ദേഹം നാട്ടിലെത്തിയിട്ടുള്ളത്. എങ്ങനെങ്കിലും സമയമുണ്ടെങ്കിൽ എത്തുമെന്നുള്ള വാക്ക് തന്നിരുന്നു, അത് പാലിച്ചിട്ടുണ്ട്. തുടർന്നും ഇനിയും ഒട്ടേറെ സേവനങ്ങൾ ചെയ്യാൻ ആയുരാരോഗ്യം അവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഖിറാഅത്ത് നിർവഹിച്ച നമ്മുടെ മിസ് അബ് കൊടുവള്ളിക്ക് ഉപഹാരം നിർവഹിക്കാൻ പ്രിയപ്പെട്ട സമദ് സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين أما بعد. വേദിയിൽ പ്രമുഖ പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഖുർആന്റെ സദസ്സ്, അതിനുള്ള പുണ്യം, അതിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റാത്തതാണ്. മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മഹത്തായ ഒരു സദസ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ തിരക്ക് പിടിച്ച ദിവസം, 6ാമത്തെ പരിപാടിയാണ് ഇത്. ഞാൻ ബഹുമാന്യപ്പെട്ട റഫീഖ് സാഹിബിനോട് ഖുർആന്റെ സദസ്സല്ലേ, എങ്ങനെയെങ്കിലും വന്നു പോകാമെന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുത്തിരുന്നു. അതുകൊണ്ടാണ് വളരെ വൈകിട്ട് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യം ഖുർആൻ പ്രചരിപ്പിക്കുക എന്നാണ്. അത് ഇഫ്ള് മൂലം തജ്വീദ് നല്ല, ഇപ്പോൾ തൊട്ടടുത്ത് ഖുർആൻ പാരായണം ചെയ്തത് വളരെ മധുരമായ സുന്ദരമായ സ്വരത്തിൽ തജ്വീദി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിൽ ആകർഷകനായിപ്പോകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ റഫീഖ് ഇവിടെ സൂചിപ്പിച്ചത്, നാം ഖുർആൻ ഇഫ്ലാക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻ്റെ ഉള്ളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. മാനവരാശിക്ക് മാർഗദർശനമായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്.
അത് നാം ഓതി തീർത്താൽ നമുക്ക് മാർഗദർശനം കിട്ടില്ല. മാർഗദർശനം കിട്ടണമെങ്കിൽ നാം ഖുർആന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കണം. ബഹുമാനായ സഹോദരൻ മുഹമ്മദ് സഹൽ ഈ വർഷം 10 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം വാങ്ങിയത്. മുഹമ്മദ് സഹലിനോട് ഖുർആന്റെ 30 ജുസുകളിലെ ഏതോ ഒരു ആയത്തിൻ്റെ സാരാംശം ചോദിക്കുമ്പോൾ സെക്കൻഡ് കൊണ്ട് കാണാൻ മുഹമ്മദ് സഹല് എല്ലാ സദസ്സിനെയും അമ്പരപ്പിച്ചുകൊണ്ട് ഉത്തരം നൽകിയത്. അവിടെ കൂടിയ പണ്ഡിതന്മാരും വലിയ വലിയ പണ്ഡിതന്മാര്, ഖുർആൻ പണ്ഡിതന്മാരടക്കം അത്ഭുതപ്പെട്ടു പോയി മുഹമ്മദ് സുഹൈലിന്റെ ഉത്തരം നൽകൽ കേട്ടിട്ട്. ഏതൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള ഒരു സാരാംശം പറഞ്ഞുകൊണ്ട് ഇത് ഏതായത്താണ്, ഏത് സൂറത്തിലാണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു 5 മിനിറ്റ് നേരം ആലോചിക്കേണ്ടി വരും. പക്ഷേ മുഹമ്മദ് സഹലിനെ സെക്കൻഡ് കൊണ്ട് അതിന് ഉത്തരം പറയാൻ സാധിച്ചു എന്നത് വലിയ നേട്ടമാണ്. ഖുർആൻ 30 ജുസും എന്താണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് സംസാരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക എന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഖുർആൻ ഹിഫ്ദിനോടൊപ്പം തന്നെ ഖുർആൻ സാരാംശം മനസ്സിലാക്കുന്നതിനും മുന്നോട്ട് വരണം. അതിന് രക്ഷിതാക്കൾ പ്രോത്സാഹനം നൽകണം. ഉമ്മമാരെ കുട്ടികളെ അതിന് പ്രോത്സാഹനം നൽകണം. ഈ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് 40 ലക്ഷം രൂപയാണ് മൊത്തം സമ്മാന തുകയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 20 ലക്ഷം രൂപ മുതിർന്ന ആൺകുട്ടികൾക്കും 15 ലക്ഷം രൂപ പെൺകുട്ടികൾക്കും ഹിഫ്ദ് മാത്രം പഠിക്കുന്ന 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 5 ലക്ഷം രൂപയും അങ്ങനെ 40 ലക്ഷം രൂപയുമായി ഇൻഷാ അല്ലാഹ് അടുത്ത ഡിസംബറിൽ IAP അസ്ലം മൗലവി ഖുർആൻ അവാർഡ് മത്സരം സംഘടിപ്പിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.